മൈ ഗോഡ്, കണ്ടോ? ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇവിടെ ഈ ഇഷ്ടിക വെച്ച് ഞാൻ കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെ ഫുൾ വെള്ളം ഇവിടെ എന്തുകൊണ്ട് പുഴ പോലെ ബ്ലോക്കായിട്ട് നിൽക്കാം. മെയിൻ ഇതിൻ്റെ കാരണക്കാർ താറാവുണ്ടാ. അവര് ഈ വെള്ളം കാണുന്നിടത്തൊക്കെ പോയി കുത്തി ഇളക്കി ഇവിടുത്തെ ഓട്ടേൻ്റെ അടച്ചു കളയും. അപ്പം അങ്ങോട്ടാണ് നമ്മുടെ വെള്ളം ഒഴുകി അങ്ങനെ പോവുകയും ചെയ്യാം. ഇത് ഹൈറ്റുള്ള സ്ഥലമല്ലേ, അപ്പോൾ ഇത് ഇത്ര ലെവലിലൂടെ വെള്ളം ഇങ്ങനെ പൊന്തിയിരിക്കും. ഇപ്പം 2 ദിവസത്തേക്ക് ഇവിടെ ആകെ എന്തായിരിക്കും, ചളപളയായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി കളഞ്ഞ ഈ വെള്ളം അങ്ങോട്ട് പോവും. വെള്ളം അങ്ങോട്ട് ഒരു ചെളി അങ്ങോട്ട് കുത്തി നിറച്ചിട്ടേ ഉണ്ടോ, അത്രയുള്ള കാര്യമുള്ളൂ. ഇനി വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവും. പക്ഷേ ഇനി 2 ദിവസത്തേക്ക് ഇവരിവിടെ കുത്തി ഇളക്കി ആകെ എന്താ പോലെയാകും, ഉഴുതുമറക്കി ഇവരിവിടെ ഇങ്ങനെ ഇട്ടിട്ട്. ഭയങ്കര സാധനങ്ങളാണ്. ശരിക്കും ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അവിടെ എന്തെങ്കിലും ചെയ്യണം. മുമ്പ് ഞാൻ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു യൂട്രാപ്പ് പോലത്തെ. അത് പോയി. അവിടെയാണ് അതിന് ശേഷം ഈ പ്രശ്നം തുടങ്ങിയത്. അവിടെ എനിക്ക് ഫുള്ളായിട്ട് തുറന്നിടാൻ പറ്റില്ല. ഫുള്ളായിട്ട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല പാമ്പോ അങ്ങനെ അതിലൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇതല്ല. കോഴി കുഞ്ഞുങ്ങളുള്ള കാരണം വലിയ കോഴികളാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇന്നും വീട് വരാമെന്ന് പറഞ്ഞിട്ടേ ഞാൻ വീടിനോട് വരണ്ടാന്ന് പറഞ്ഞു. കാരണം അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി ഇതാണ് ഇവരുടെ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന തീറ്റ. വേറെ തീറ്റയൊന്നും ഇപ്പോൾ കൊടുക്കാറില്ല. ഇത്തരം താറാവിനും കോഴിക്കൊക്കെ കൂടി, അതായത് നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അവിടുത്തെ ചീത്തയായ പയറും പച്ചക്കറികളും അതൊക്കെ കവറിൽ കെട്ടിയും അങ്ങനെ എനിക്കായിട്ട് തരും. എല്ലാവരും ഉണ്ടാവും, മിക്സഡ് മറ്റേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇത് ഇവർക്കായിട്ട് തട്ടി കൊടുത്തേക്കും. ശരിക്കും പറഞ്ഞത് വെട്ടി നുറുക്കി കുഞ്ഞ് പീസായിട്ട് കൊടുക്കണം. ഇച്ചിരി നല്ല രീതിയിൽ കഴിക്കും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല. കാരണം ഇവിടെ കൊണ്ട് ഡയറക്റ്റ് തട്ടി കൊടുക്കണം. അവരിത് കൊത്തി പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ പയറിൻ്റെ മണികളൊക്കെ തിന്ന് അങ്ങനെ തിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാറില്ല. കാരണം ഇത് എല്ലാവരും ഇങ്ങനെ ഫ്രഷ് ഒന്നും ആയിരിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ചീഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല മിക്സി പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത് നുറുക്കി പൊടിച്ചൊക്കെ തരണം. അതൊന്നിപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളല്ല. ഇല്ലാണ്ട് തട്ടി കൊടുത്താൽ ഒരാൾ തിന്നോളും. എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, മത്തങ്ങ ഉണ്ട്, പാവയ്ക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കുക്കുംബർ, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം തിന്നട്ടെ. ആദ്യമൊക്കെ ഞാൻ വാഷ് ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ വെജിറ്റബിൾസ് നമുക്ക് വാഷ് ചെയ്യാനൊന്നും പറ്റണില്ല. കാരണം ഇത് ഓൾറെഡി ചീഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ വാഷ് ചെയ്യാനൊക്കെ നിന്നുള്ള അവസ്ഥ അറിയാലോ. അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം, ഒരു വിശ്വാസം. പക്ഷെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും സംതൃപ്തരാണ്. ഉണ്ടോ അത് അവരങ്ങൾ പോകണുണ്ടോ? ദീദി ആ ഓട്ടോയുടെ അടുത്തേക്ക് പോകണേട്ടോ. അവിടെ പോയി കുത്തി ഇളക്കാൻ പോകുന്നതാണ്. അവർ ആ കുത്തി ഇളക്കി അവിടെ കൊണ്ട് അടച്ചു വയ്ക്കുക. ഇതന്നെ പരിപാടി ഇവരുടെ. ഇവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. വേറെപ്പയ്ക്ക് അവിടെ ചെന്ന് അവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. കഴിഞ്ഞ ദിവസം എത്ര നന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ പൊള്ളയിൽ വെച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിലുണ്ട് കാപ്പിരിയും ബീക്കിരിയും ഒക്കെ കുറച്ച് പേര്. അവരെ സെലക്ട് ചെയ്യാനാണ് ഞാനിങ്ങനെ ഇട്ടേക്കണേ. ഇവരെ ഇപ്പുറത്തേലുള്ളത് ഇതിന് മുമ്പത്തെ സ്റ്റെപ്പ് നമ്മൾ വിരിയിച്ച് ഇറക്കിയിട്ടുണ്ടായ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് ഇതിനേക്കാളും വലുതാണ്, 1 മാസത്തിന് പ്രായം കൂടുതലുണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ ഉള്ളത്. പൊടി അപ്പം തീറ്റ ഓടിയിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നേക്കണേ. അപ്പോൾ ഇവിടെ വെള്ളം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് തീറ്റ. എന്നാലും പിന്നെ മൊയിലന്മാരുടെ സംഘടന ഇവിടെ ഉണ്ട്. നമ്മളിവിടുത്തെ വെള്ളമൊക്കെ ഫുള്ള് പോയെങ്കിലും ഇനി ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതുകൂടെ ഉള്ള കാരണം ആകെ ചെളിയായിരിക്കും. ഇതൊന്ന് സെറ്റാകണം. എനിക്കിവിടെ ഒരു തോട് സിമെൻറ്റിൻ്റെ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കണില്ല, സമയം കിട്ടണില്ല. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിപ്പോൾ ചേച്ചി ചോദിച്ചേക്കണുണ്ടോ, എന്തിനാണ് ഇങ്ങനത്തെ പണി ചെയ്യാൻ പറ്റുന്നത്, എന്തിനാണ് കോഴിക്ക് തീറ്റ കൊടുക്കണേ, വയ്യാണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇന്ന് മാറി ഇന്ന് ഇവിടെ നിന്നൊക്കെ. നമ്മുടെ ഒരു തൊഴിൽ മേഖല തന്നെയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് വേറെ ആൾ വേണം. അപ്പം മിഡു ചെയ്യും, ശരിയാണ്. പക്ഷെ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കണം. അത് ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ, എപ്പോഴും ഡെയിലി ചെയ്യണില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യണം, വേറെ ഒന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അതിപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യണം. അത് ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മിഡു ആരെയും ചെയ്യണം. അപ്പോൾ അവരെ ഒഴിവാക്കി കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വരുമാനം അവിടെ നിന്ന് ചെയ്യല്ലേ. വേറെ കുറേ വരുമാനങ്ങളൊക്കെ വരാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഒരു
ഓരോരോ വരുമാന മാർഗങ്ങളാണ് ചെറുതൊക്കെ ആയിട്ട്. അപ്പം അതാണ് ഇവരൊക്കെ നമ്മളിങ്ങനെ ഇട്ടേക്കണേ കേട്ടോ. അതുകൊണ്ട് ആർക്കും ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഈ ചെളി നടക്കാനും അല്ലെങ്കിൽ ഈ കോഴീനെ പിടിക്കാനും അതിൻ്റെ പൊടി അടിക്കാനും ശ്വസിക്കാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല പൊതുവെ. പക്ഷെ അതൊരു ജോലിയുടെ ഭാഗമാകുമ്പോൾ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. ഞാനത് ചെയ്യാൻ ഓക്കെയാണ്. എനിക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തു പോകണം. ഇനി പറ്റാത്തൊരവസ്ഥ ഒന്നും നമ്മൾ ചെയ്യില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എനിക്കിപ്പോൾ ഈ ചുമ ഇതൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ നമ്മളവിടെ ഇങ്ങനെ ചുറ്റി കെട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച് ഇരുട്ടായപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ മെഷ് ഇട്ട് ഇപ്പോൾ അവിടേക്കൊക്കെ തുറന്നു വിടേണ്ട ഒരു സ്ഥലമായിരുന്നാണ്. പക്ഷെ സിറ്റുവേഷൻ മാറിയതുകൊണ്ട് നമുക്ക് അതിന് പിന്മാറേണ്ടി വന്നു തൽക്കാലമായിട്ട്. ഈ മഴയുടേതും വയ്യായകളും ഒക്കെ കൂടിയായപ്പോൾ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമായിരുന്നാണ്. അവർ ഓടി ഇറന്നിറങ്ങാൻ അങ്ങോട്ടൊക്കെ. ഇവിടെ ഈ ചെളി കൂട്ടൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇവരെ ബാക്ക് സൈഡിലേക്ക് ആക്കായിരുന്നു താറാവിനെയൊക്കെ ഒന്ന്. എല്ലാം നമ്മൾ വിചാരിക്കുന്നു മറ്റേതുപോലെ നടക്കുന്നു. ഇവരിവിടെ നിന്ന് തീറ്റയൊക്കെ തിന്നിട്ട് നമ്മൾ മൊയിലിൻ്റെ പാത്രങ്ങളൊക്കെ തീറ്റ പാത്രങ്ങളൊക്കെ കഴുകാൻ വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ഇവർ ഈ തീറ്റ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കാസ്റ്റൊക്കെ ഇട്ട് വയ്ക്കും, മൂത്രം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ ഒരു ഇച്ചിരി നേരം വെള്ളം ഒഴിച്ച് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെറുതെ എടുത്താണ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചാൽ തന്നെ എല്ലാം ക്ലീനാവും. അപ്പോഴേക്കും നമുക്ക് താഴത്തെ പറമ്പിൽ പോയിട്ട് അമ്പഴങ്ങ പൊട്ടിക്കാം. നല്ല ഹെവി കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതിൽ മറിഞ്ഞു വീണൊക്കെ എന്താ തേങ്ങകൾ വീണിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ല് വീണ്ടും പണ്ടത്തെ പോലെ നിറഞ്ഞു കേട്ടാ. ഈ മഴക്കാലം മാറിയിട്ട് ഞാൻ വെട്ടണോളൂ. എനിക്ക് വയ്യ എത്ര പ്രാവശ്യം വീട്ടിച്ചെന്ന് അറിയോ. ഇപ്പം ഇതൊക്കെ പുല്ല് ഫുൾ ഇതായി. നമുക്ക് ആദ്യം അമ്പഴങ്ങേനെ പൊട്ടിക്കാം. ഇവിടെ കപ്പങ്ങ ഒടിഞ്ഞു വീണു. കപ്പമരം പ്രാവശ്യം അമ്പഴങ്ങ നന്നായിട്ടുണ്ടായി. നമുക്കിപ്പോൾ തൽക്കാലം 2 എണ്ണം പൊട്ടിച്ച് പോവാം. ഇതിൽ നിന്നും പൊട്ടിക്കും. നമ്മുടെ മഴത്തുമ്പികളില്ലേ, അവരെങ്ങനെയാണ് വരണേന്ന് കണ്ടിട്ടുണ്ട്. അതെ കണ്ടോട്ടോ, ഈ ഓട്ടയുടെ ഉള്ളിൽ നിന്ന് ചെതലിന് ചിറക് വെച്ച്, എനിക്ക് തോന്നുന്നു ചെതലിൻ്റെ റാണികളാന്ന് തോന്നുന്നു. അവരിവിടെ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ലൈറ്റിൻ്റെ അവിടേക്കൊക്കെ വന്ന് ഇവർ ഈ പറക്കുന്നത്. ഇവരിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തി പോവാം മുകളിലേക്ക്. ഇതേ വീഡിയോയിൽ ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. ഇവരിങ്ങനെ ആകാശത്തേക്ക് പോകുന്നുണ്ട്. കണ്ട അവർ ലൈറ്റുള്ള സ്ഥലത്തേക്ക് ഇവർ പോവായിരിക്കും. കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മഴത്തുമ്പി എന്ന് പറയാറ്. വേറെ എന്തെങ്കിലും പേരുണ്ടാവും, ഈ ഈയാമ്പാറ്റ അങ്ങനെ ഒരു പേരും പറയാറുണ്ട് ഇവിടെ. ഇപ്പം മഴ ചാറി തുടങ്ങി. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ മെയിൻ തീറ്റയാണ്. എന്നിട്ട് കോരി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ഹാപ്പിയാണെന്നറിയോ ഈ സാധനം കിട്ടിയ. കുർണിക്കുള്ള കുഞ്ഞിച്ചാള ബടി. കുർണി ഡീ വാ. കുർണി എലീനെ പിടിക്കാൻ പോയി കണ്ടോ അവിടെ. കുർണിക്ക് ഇവിടെ ഇട്ട് വെച്ചേക്കാം. കുർണിനെ തിന്നോളൂ. കുർണി അവിടെ ഉണ്ട്. എലീനെ പിടിക്കാൻ അവിടെ കിടക്കുന്നുണ്ട്. ആ പുല്ലിൻ്റെ ഇടയിൽ. പന്നെ വഴിക്ക് ഞങ്ങളുടെ പാളയംപറമ്പിലേ മീൻ കിടക്കണം. അപ്പം മീൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചാളയ്ക്ക് 260 രൂപ, ചെറിയ ചാളയ്ക്ക് 100 രൂപ. അപ്പോൾ രണ്ടും ഓരോ കിലോ മേടിച്ചു. വറക്കുകയും ചെയ്യാം, കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിത് വീടെത്തി. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ.